ഹായ്. വളരെ കൗതുകമുള്ളൊരു പ്രശ്നവുമായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. ഈ പ്രശ്നത്തിൻ്റെ കുരുക്കഴിക്കേണ്ടത് നിങ്ങളാണ്. എന്താണ് പ്രശ്നം എന്നല്ലേ പറയാം. സമീപകാലത്ത് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ, അയാളുടെ പിറന്നാൾ വരുന്നു. പിറന്നാൾ ആഘോഷിക്കാൻ അയാൾ തയ്യാറായി. വലിയ ആൾക്കാരുടെ പിറന്നാൾ നമ്മൾ അങ്ങനെ വലിയ കെങ്കേങ്ങമായിട്ടൊന്നും ആഘോഷിക്കാറില്ല അല്ലേ. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പിറന്നാളാണ് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുക. ബലൂണും കേക്കും പായസവും സദ്യയും ബിരിയാണിയും, അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അങ്ങനെ വലിയൊരു കുശാല് ശാപ്പാട്, കേക്ക് അല്ലേ. പിന്നെ വീടൊക്കെ ഒന്ന് ബലൂണും വർണ്ണക്കടലാസും ഒക്കെ ആയിട്ടൊന്ന് അലങ്കരിക്കും. അങ്ങനെ ഉഷാറായിട്ട് നമ്മളൊരു പിറന്നാൾ ആഘോഷിക്കുക. കുട്ടികളുടെ പിറന്നാളാണ്. വലിയ ആളുകളുടെ പിറന്നാൾ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. പിന്നെ കുറേ കൂടി പ്രായമായാൽ രണ്ടാം ബാല്യം എന്നാണ് നമ്മൾ പറയുന്നത്. ആ സമയത്തും ചിലപ്പോൾ പിറന്നാളുകൾ ആഘോഷിക്കാറുണ്ട്. ഇടക്കാലത്തുള്ള ചില പിറന്നാളുകൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് വീട്ടിലൊക്കെ കൂടിച്ചേരും, ആഘോഷിക്കും. നല്ല ക്യാഷൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ നന്നായിട്ട് എല്ലാ പിറന്നാളും ആഘോഷിക്കുമായിരിക്കും കേട്ടോ. ഞാൻ സാമാന്യമായി സാധാരണക്കാരായ കുറച്ച് ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ്റെ പിറന്നാളാണ്. കല്യാണം കഴിഞ്ഞ് അയാളുടെ ആദ്യത്തെ പിറന്നാളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പിറന്നാൾ റെഡിയായി, പിറന്നാൾ കുട്ടി റെഡിയായി അല്ലേ. ഒരു ഭാഗത്ത് അമ്മയുണ്ട്, മറ്റു ഭാഗത്ത് ഭാര്യ നിൽക്കുന്നു. പുരുഷൻ കേക്ക് മുറിച്ചു. നമ്മളെവിടെ നിൽക്കുന്നത്? നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കുന്ന ഭാഗത്ത് നിൽക്കാം അല്ലേ, നമ്മൾ മുമ്പിൽ നിൽക്കാം. അതാ പുരുഷൻ കേക്ക് മുറിച്ചു. അവനൊരു കഷ്ണം കയ്യിലെടുത്തു. ഇനിയാണ് പ്രശ്നം. ഈ കേക്കിൻ്റെ കഷ്ണം അവൻ ആർക്കാണ് കൊടുക്കുക? ഇടത് ഭാഗത്ത് നിൽക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുമോ, വലത് ഭാഗത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് കൊടുക്കുമോ? നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ആർക്ക് കൊടുക്കും? തീർച്ചയായിട്ടും നിങ്ങളിൽ രണ്ട് വാദക്കാരുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കുറേ ആളുകളെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണം എന്ന് വാദിക്കുന്നവരാണ്. അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. കാരണം അമ്മയാണ് ഈ പിറന്നാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി അല്ലേ. അവർ കരഞ്ഞ ദിവസമാണ്, അപ്പോൾ അവരെ പരിഗണിക്കേണ്ട ദിവസമാണ്. മാത്രമല്ല അവർ കുറച്ച് പ്രായമായ ആളാണ്. അതുകൊണ്ട് അവരെയാണ് അവർക്ക് ഇനിയുള്ള സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കാണ് കേക്ക് കൊടുക്കേണ്ടത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. നേരെ തിരിച്ച് ഭാര്യയ്ക്കാണ് കേക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുന്ന കുറേ പേരും ഉണ്ടാവും. അവർക്കും കൃത്യമായും അതിന് ന്യായം ഉണ്ടാവും. കാരണം ഭാര്യ ഇതേപോലെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ആൾ തന്നെയാണ് അല്ലേ. അവിടെ നിന്നാണ് അവർ പുതിയൊരു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയാണ് കരുതലോടുകൂടി പരിഗണിക്കേണ്ടത്. മാത്രമല്ല ഇത്രയും കാലത്തെ പിറന്നാളൊക്കെ അമ്മയുടെ കൂടെയാണല്ലോ ആഘോഷിച്ചത്. ഇപ്പോഴാണല്ലോ ഭാര്യ ആദ്യമായിട്ട് കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്കാണ് കൊടുക്കേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്യും. രണ്ട് വാദത്തിനും അതിൻ്റേതായ ന്യായവും അന്യായവും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും രണ്ടും പ്രസക്തവുമാണ്. ഞാനിത് ഇവിടെ പറയാൻ കാരണം, ടിക്ടോക്കിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ, ആപ്ലിക്കേഷനൊക്കെ നിരോധിച്ചു, പക്ഷേ വീഡിയോകളൊക്കെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ഒരു വീഡിയോ സമീപകാലത്ത് ഫേസ്ബുക്കിലും മറ്റും ഓടി നടക്കുന്നുണ്ട്. അതിൽ ഇത്തരമൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ആ വീഡിയോയുടെ കൂടെ കാണുന്ന ഒരു വാചകം, ബുദ്ധിമാനായ പുരുഷൻ ഒരു മഹായുദ്ധം ഒഴിവാക്കി എന്നാണ്. സാഹസികമായി ഒരു മഹായുദ്ധം ഒഴിവാക്കി എന്നാണ് ആ വീഡിയോയുടെ കൂടെ കാണുന്ന കുറിപ്പ്. എങ്ങനെയാണ് അയാൾ ആ യുദ്ധം ഒഴിവാക്കിയത് എന്നല്ലേ നിങ്ങൾ ചിലരെങ്കിലും ആ വീഡിയോ കണ്ടു കാണും. അയാൾ ഒഴിവാക്കിയത്, ആ കേക്ക് അയാൾ കയ്യിലെടുക്കുന്നു. രണ്ട് ഭാഗത്തേക്കും നമ്മുടെ നോട്ടം എത്തുന്നുണ്ട്. അമ്മയ്ക്കോ ഭാര്യയ്ക്കോ എന്നിങ്ങനെ നമ്മൾ ആശങ്കപ്പെടുന്നു, അല്ലെങ്കിൽ കൗതുകപ്പെടുന്നു. അവനത് സ്വന്തം വായിലേക്ക് വയ്ക്കുന്നു, കഴിക്കുന്നു. എല്ലാവരും ചിരിക്കുന്നു. പ്രശ്നം സോൾവായി എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യും. സത്യത്തിൽ ഈ വീഡിയോ ധാരാളം കാഴ്ചകൾ കിട്ടുന്നുണ്ട്, ധാരാളം പേർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നതിൻ്റെയും പ്രചരിക്കുന്നതിൻ്റെയും പിന്നിൽ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത് അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധതയിലാണ് ഊന്നുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ അമ്മയും ഭാര്യയും ഒക്കെ ഇങ്ങനെ വഴക്കാളികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്? അവരിങ്ങനെ വളരെ ചെറിയൊരു കാര്യത്തിന് പിണങ്ങുന്നവരാണ് എന്നും ദേഷ്യപ്പെടുന്നവരാണ് എന്നും യുദ്ധമുണ്ടാക്കുന്നവരാണ് എന്നുമൊക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോകമഹായുദ്ധങ്ങളൊന്നും സ്ത്രീകൾ മൂലമല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഒരു യുദ്ധത്തിൻ്റെ എന്ത് സാധ്യതകൾ ലോകത്ത് എവിടെ പൊട്ടിപ്പുറപ്പെട്ടാലും നമുക്കറിയാം, പുരുഷന്മാരായ ഭരണാധികാരികളായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവുക. പുരുഷന്മാരോളം അക്രമം കാണിച്ച സ്ത്രീകളെക്കുറിച്ച് നമുക്കറിയില്ല. കൂടുതലും ഹിംസാത്മകമായി അക്രമാസക്തമായി പെരുമാറുകയോ യുദ്ധമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ്. സ്ത്രീകളെപ്പോഴും അതിലൊക്കെ നഷ്ടം അനുഭവിക്കുന്നവരായിരിക്കും. മഹാഭാരത യുദ്ധമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ കഥയൊക്കെ നമുക്കറിയാം. അനേകം സ്ത്രീകളും കുട്ടികളും ബാക്കിയാകുന്നു.
യുദ്ധം ചെയ്ത് അനേകം പുരുഷന്മാർ മരിച്ചു പോകുന്നു. ആരും ജയിക്കുന്നില്ല ആ യുദ്ധങ്ങളിലൊന്നും. എന്നാൽ നഷ്ടപ്പെടുന്ന അനാഥരാക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എന്നൊക്കെ നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് പറയാറുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഈ വിഷയത്തിൽ യുദ്ധം എന്ന സാധ്യത അമ്മയും മരുമകളും അമ്മായി അമ്മയും മരുമകളും പരസ്പരം യുദ്ധം ചെയ്യാൻ കാത്തു നിൽക്കുന്നവരാണ് എന്ന ധാരണ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടു വന്നിരിക്കുക? നമുക്കറിയാം, നാടക ചരിത്രം അറിയുന്നവർക്ക് നാടക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് മറിയാമ്മ നാടകം. 1892 വന്നിട്ടുള്ള കൊച്ചിപ്പൻ തരകൻ എഴുതിയിട്ടുള്ള മറിയാമ്മ നാടകം നാടക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ്. അന്തപ്പായിയെ പോലെയൊക്കെ ആ നാടകത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പറഞ്ഞിരുന്ന ആളുകൾ പ്രശംസിച്ചെഴുതിയിട്ടുള്ള നാടകങ്ങളിലൊന്നാണത്. ഇത് അമ്മായിയമ്മ മരുമകൾ പോരാണ് ഇതിൻ്റെ ഒരു വിഷയം. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം. തുടർന്ന് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം 1945 ബലാബലം പോലെയൊക്കെയുള്ള കൃഷ്ണപിള്ളയുടെയൊക്കെ നാടകം വരുന്നുണ്ട്. അതിനിടയിലും അത്തരം വിഷയങ്ങളുള്ള നാടകങ്ങൾ വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ജനപ്രിയ സാഹിത്യത്തിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അമ്മായിയമ്മ പോര്, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള യുദ്ധം പ്രധാനമായി വരുന്നുണ്ട്. ഇന്നും നമ്മുടെ സീരിയലുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയങ്ങളിലൊന്ന് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അത് യുദ്ധസമാനമാണ്. പലപ്പോഴും സീരിയലൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം, അത് ഏതാണ്ട് യുദ്ധസമാനമായി തന്നെയാണ് ചിത്രീകരിക്കുന്നത്. നമ്മുടെ ജനപ്രിയ നോവലുകൾ, ജനപ്രിയ നരേഷനുകൾ മിക്കവാറും ടി വിയിലൊക്കെ സീരിയലുകൾ അല്ലാതെ കാണുന്നത് കോമഡി സ്കിറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. മിക്കവാറും ഇതിനകത്തൊക്കെയും ഈ വിഷയം കടന്നിങ്ങനെ കളിക്കുന്നതായിട്ട് കാണാം. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കളിക്കുന്നതായിട്ട് കാണാം. ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ പുരുഷൻ ബുദ്ധി കാണിച്ചു എന്നാണ്. അപ്പോൾ സ്ത്രീകൾ ഈ ബുദ്ധി കാണിക്കാൻ സാധ്യതയില്ല എന്നുകൂടിയല്ലേ? ഒരുപക്ഷെ ആ കേക്ക് മുറിക്കുന്ന സമയത്ത് അവൾക്ക് കൊടുക്കൂ എന്ന് അമ്മയും അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് ഭാര്യയും പറയാനുള്ള സാധ്യത എങ്ങനെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്? സ്ത്രീകൾ ബുദ്ധിയില്ലാത്തവരാണ് എന്നും അവരിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് കൂടുന്നവരാണ് എന്നും നമ്മൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ഇത് നമ്മുടെ സമൂഹത്തിലുള്ള വളരെ അടിസ്ഥാനപരമായി തന്നെ നിലനിന്ന് പോരുന്ന അല്ലെങ്കിൽ പുലർന്നു പോരുന്ന സ്ത്രീവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഒരു പുരുഷാധികാര പ്രത്യയശാസ്ത്രത്തിൻ്റെ വിനിമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ചിരിക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ കണ്ട് നമ്മൾ ചിരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഈ അടിസ്ഥാന ധാരണയെ നമ്മളും അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് എന്നാലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ നോക്കി സിനിമ കാണുന്ന വായിക്കുന്ന ഒരു പൊതുസമൂഹം പുതുതായിട്ട് വന്നിട്ടുണ്ട്. വളരെ കൃത്യമായ ചില നിലപാടുകളുള്ള ആളുകളാണ്. കലയിൽ അവരിതെല്ലാം നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷേ ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോയിലോ തമാശകളിലോ ഒന്നും നമ്മളത് കാര്യമായി പരിഗണിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. ധാരാളമായിട്ട് ഇത്തരം വീഡിയോകളും ഒക്കെ തമാശ രൂപേണ നമ്മുടെ മുമ്പിലൂടെ വന്നു പോകുന്നുണ്ട്. അടിസ്ഥാനപരമായി ഇതൊരു പ്രശ്നമായി ആവിഷ്കരിക്കുന്നത്, യുദ്ധമായി ആവിഷ്കരിക്കുന്നത് സ്ത്രീകൾ താരതമ്യേന പുരുഷനെ സംബന്ധിച്ച് പുരുഷനേക്കാൾ വിവരം കുറഞ്ഞ വഴക്കാളികളായ ഈ ഗോസിപ്പുകൾ പറഞ്ഞ് സമയം കളയുന്ന ഒരു വിഭാഗമാണ് എന്ന ധാരണയിൽ നിന്നാണ്. ഇതൊരു പൊതുബോധമാണ്. ഇത് പുരുഷാധികാരം നിർമ്മിച്ചെടുത്തിട്ടുള്ള പൊതുബോധമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട്. അതിനെ വിവേകമുള്ള സ്ത്രീകൾ പുരുഷന്മാരുമെല്ലാം അതിനെ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട്. ഒരു യുദ്ധവും അവിടെ നടക്കില്ല. ഈ അമ്മയും മകളും സുഹൃത്തുക്കളായി ആ വീടിനകത്ത് കഴിയാനുള്ള സാധ്യത ഉണ്ട്. അത്തരം സാധ്യതകളെ പാടെ നിരാകരിച്ചുകൊണ്ട് വിവരം കുറഞ്ഞവരാണ് സ്ത്രീകൾ എന്ന് ഇത്തരം വീഡിയോകളും വളരെ നിഷ്കളങ്കമായി, പുറമേക്ക് വളരെ നിഷ്കളങ്കമായി തോന്നിപ്പിക്കുന്ന, ചിരി ഉണർത്തുന്ന ഇത്തരം വീഡിയോകളും മറ്റും ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചത്. ഈ ആശയത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ട് എങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ഇത് പങ്കുവയ്ക്കുകയും ചെയ്യാം. താങ്ക് യു.